റെവറൻഡ് ഫാദർ ജോസഫ് തെക്കേപ്പറവേലും നമ്മുടെ വികാരി അച്ഛനും ഫാദർ ജോസഫ് അള്ളംപുറത്ത് അച്ഛനെയും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി സ്വാഗതം പറയുന്നതിനായി കൈക്കാരൻ മിസ്റ്റർ സിജോ ജോസഫിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛ, ഏറ്റവും സ്നേഹം നിറഞ്ഞ മെൽവിൻ അച്ഛ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, എൻ്റെ സഹോദരങ്ങളെ, എല്ലാവർക്കും ഓണത്തിൻ്റെ 100 ആശംസകൾ ആദ്യം തന്നെ നേരുന്നു. നിങ്ങളുടെ കൈകളിൽ ഓണപ്പുലരിയുടെ കൂപ്പണുകളെല്ലാം ഉണ്ടാവും, അതൊക്കെ സൂക്ഷിച്ചു വയ്ക്കുക. ഈ പരിപാടിക്ക് ശേഷം ഒരു വമ്പൻ ലക്കി ഡ്രോ ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ. അത് നമ്മുടെ TGI അരുണാണ് നമുക്ക് വേണ്ടി, TGI റിസോർട്ട്സ് ഹോട്ടൽസാണ് നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള കൂപ്പണുകളെല്ലാം നല്ല കൃത്യമായി സൂക്ഷിച്ചു വെക്കുക. അതുപോലെ തന്നെ ഇവിടെ തമ്പോല മത്സരങ്ങൾ, അങ്ങനെ പല രീതിയിൽ നമ്മുടെ സർജാപുര കുടുംബത്തിൻ്റെ ഓണാഘോഷം പൊടിപിടിക്കാൻ പോവുകയാണ്. നമ്മൾ വിശുദ്ധ കുർബാനയോടുകൂടി തുടങ്ങി. ഇനി നമ്മുടെ ഒരു കൂട്ടായ്മയുടെ ഒരു ആഘോഷമാണ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടത്തിയതാണ്. എന്നാൽ ഈ വർഷം നമ്മളൊക്കെ ഒരു മാനുഷിക വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ നമ്മുടെ ആഘോഷങ്ങളിലൊക്കെ വളരെ മിതപ്പെടുത്തിയാണ് നമ്മുടെ ഓണാഘോഷങ്ങളൊക്കെ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഓണം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ജീവിച്ചിരിക്കുന്നവരുടെ ഉത്സവമല്ല, ഇവിടെ വിട്ടുപോയവരുടെ ശ്രാദ്ധമാണ്. അതായത് നമ്മളൊരു കാര്യത്തിൽ നിന്നും എത്രമാത്രം അകന്നു നിൽക്കുന്നുവോ അത്രയും ഭാവാത്മകമായിട്ട് നമ്മൾ അതിനെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കും. അതിന് നമ്മുടെ ജീവിതത്തോട് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വി വിൽ ബി റെട്രോസ്പെക്ട്, അതാണ് കറക്റ്റ് വേർഡ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ ഈ ഓണത്തെ നമ്മുടെ ഈ വർത്തമാനത്തിലേക്ക് നമ്മൾ പ്രസക്തമാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജൈവ മനുഷ്യനാവുക എന്നുള്ള ഒരു വലിയ സന്ദേശമാണ്. അതിപ്പോൾ ഓണമായാലും തിരുനാളായാലും ഏത് ഉത്സവങ്ങളായാലും നമ്മുടെ മനുഷ്യ ജീവിതത്തിലേക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. ജൈവ മനുഷ്യനാകുക, ഇല്ലെങ്കിൽ പച്ചയായ മനുഷ്യരാകുക. അതായത് നമുക്ക് കളഞ്ഞുപോയൊരു കാലത്തിന്റെ ഒരു ഭൂതകാല കുളിര് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ പലതും ആ ഭൂതകാലത്തിൽ നിന്നും നമ്മൾ ഈ മുന്നോട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഒത്തിരി പ്രകാശവും സന്ദേശവും എല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തലായിട്ടാണ് നമ്മൾ ഈ ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ ഒന്നുകൂടി നേരുന്നു. ഞാൻ എന്നെ ബലമേൽപ്പിച്ച കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. 2 സുപരിചിത മുഖങ്ങൾ നമ്മുടെ സ്റ്റേജിലുണ്ട്. സർജാപുര ഇടവക സമൂഹത്തിന്റെ വിശ്വാസ ജീവിതത്തിന്റെയും സാമൂഹ്യ ജീവിതത്തിന്റെയും ദീപശിഖ പിടിച്ച 2 വ്യക്തിത്വങ്ങളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. ഈ സർജാപുര ഇടവക സമൂഹത്തെ കുറിച്ച് സംബന്ധിച്ച് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെയും സാമൂഹ്യ ജീവിതത്തിന്റെയും എല്ലാ തലങ്ങളിലേക്കും നമ്മളെ നയിച്ച, പ്രാർത്ഥനയോടെ മുന്നോട്ട് നയിച്ച ജോസഫ് അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മുടെ വിശിഷ്ടാതിഥിയായിട്ട് ജോസഫ് അച്ഛനെ സർജാപുര ഇടവക സമൂഹത്തിന്റെ പേരിൽ ഈ ആഘോഷ പരിപാടികളിലേക്ക് ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മെൽവിനച്ചൻ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്, എല്ലാ കാര്യത്തിലും. ഇന്നലെ രാത്രിയാണെങ്കിലും ഇവിടെ ഭക്ഷണം വയ്ക്കുമ്പോഴും എല്ലാം
തന്നെ അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. എന്തിനും ഏതിനും എല്ലാ കാര്യത്തിലും പത്തനമാറ്റായിട്ട് നമ്മുടെ കൂടെ മെൽവിനച്ഛനുണ്ട്. നമ്മുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ വികാരീച്ചനുണ്ട്. വികാരീച്ചനെയും ഈ ആഘോഷ പരിപാടികളിലേക്ക് ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ബ്രദേഴ്സും ഉണ്ട്, ഇവിടെ സിസ്റ്റേഴ്സും ഉണ്ട്. അവരെയും ഈ ആഘോഷ പരിപാടികളിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തരെയുമാണ്. നമ്മളാണ് ഈ ഒരു ഇടവ സമൂഹത്തിന്റെ താങ്ങും തണലും ജീവനാടിയും എല്ലാം. അപ്പോൾ നിങ്ങളെ ഓരോരുത്തരെയും എന്നെ അടക്കം ഞാൻ ഈ പരിപാടിയിലേക്ക് ഏറ്റവും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ആഘോഷങ്ങളും നമ്മുടെ ഈ കൂട്ടായ്മകളും എല്ലാം നമ്മുടെ ജീവിതത്തെ ഒന്ന് റീഡിഫൈൻ ചെയ്യാനും അതായത് നമ്മുടെ ഒരു ഭൂതകാലത്തിന്റെ ഒരു കുളിര് മാത്രമാകാതെ നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഒരു പ്രയാണത്തിന്റെ ദീപശിഖയായിട്ട് നമ്മുടെ പഴയകാല ഓർമ്മകൾ നമ്മൾ നയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഓണ സന്ദേശം പറയുവാൻ നമ്മുടെ പ്രിയപ്പെട്ട വികാരിയച്ഛൻ റെവറൻഡ് ഫാദർ ജോസഫ് അളമ്പുറത്തിനെ ക്ഷണിക്കുന്നു. യേശുമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഉച്ചയില്ലല്ലോ ഇന്ന് എന്നാ പറ്റി? യേശുമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹാപ്പി ഓണം. ഉച്ചയില്ലേ? ഹാപ്പി ഓണം. യെസ്. എല്ലാവരും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ മനോഹരമായി ഒരുങ്ങി സുന്ദരന്മാരും സുന്ദരിമാരുമായിട്ട് ഇന്ന് ഈ ഓണാഘോഷം നടത്തുവാനായിട്ട് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ എല്ലാവർക്കും ഈ ഓണത്തിൻ്റെ എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ്. ഞാൻ അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞ വാക്ക് കടമെടുക്കുകയാണ്. സന്തോഷവും സമാധാനവും സൗഹൃദവും ഒക്കെ നൽകുന്ന ഒരു ആഘോഷമാണ് ഓണാഘോഷം എന്ന് പറയുന്നത്. ഒത്തിരിയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും ആ സമയവും അല്ലെങ്കിൽ ഈ സമയവും കടന്നു പോകേണ്ടവരാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഓരോ ആഘോഷം. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിനും നടന്ന പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും എല്ലാം നമ്മൾ യോജിക്കുന്നു, അല്ലെങ്കിൽ അവരോടൊപ്പം നമ്മൾ ദുഃഖത്തിൽ പങ്കുചേരുന്നെങ്കിലും മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തില് ആഘോഷങ്ങളും സന്തോഷങ്ങളുമാണ് നമ്മളെ വഴി നടത്തുക. പ്രിയപ്പെട്ടവരെ, ഈ ഓണാഘോഷം നമ്മുടെ സമൂഹത്തിന്റെ, പ്രത്യേകിച്ച് ഈ സ്വച്ഛാപുര ഇടവകയുടെ ഐക്യത്തിനും പരസ്പരമുള്ള സൗഹൃദത്തിനുമൊക്കെ കാരണമാകട്ടെ എന്ന് അച്ഛൻ ആശംസിക്കുകയാണ്. അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചു, ഇന്നലെ ഏകദേശം 100-100ഓളം പേര് ഇതിനു വേണ്ട ക്രമീകരണം നടത്തുവാനായിട്ട് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഓരോ ആഘോഷവും നമ്മുടെ ഐക്യവും ഇല്ലെങ്കിൽ നമ്മുടെ പരസ്പരമുള്ള സൗഹൃദം തന്നെ വളർത്താനായിട്ടുള്ള ഒരു കാരണങ്ങളാണ് എന്നുള്ളതാണ്. അച്ഛന് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഇന്നലെ ഇവിടെ വന്ന് സഹകരിച്ചവരെയും അതോടൊപ്പം ആഗ്രഹമുണ്ടായിട്ടും എത്തിച്ചേരാൻ സാധിക്കാത്തവരെയും ഒക്കെ അച്ഛനെ ഓർക്കുകയാണ്. എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഈ അവസരം നന്ദി പറയുവാൻ കൂടി അച്ഛന് വിനിയോഗിക്കുകയാണ്. നിങ്ങളെടുക്കുന്ന ഓരോ പരിശ്രമങ്ങളും, നിങ്ങൾ എടുക്കുന്ന ഓരോ ത്യാഗങ്ങളും, അതിൻ്റെതായ അനുഗ്രഹങ്ങളും കൃപകളൊക്കെ നല്ലവനായ തമ്പുരാൻ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മ, ഈ സന്തോഷം പരസ്പരം പങ്കുവെച്ചുകൊണ്ട് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒരു ആഘോഷമായി ഈ ഓണാഘോഷം മാറട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ഹാപ്പി ഓണം.
Joseph Tekke Paravelu to give us a message. ഈ കൂടിവരവിൻ്റെ ഉദ്ദേശം ഒരാഘോഷത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും കൂട്ടായ്മയുടെയും അനുഭവം ഒരിക്കൽ കൂടുതൽ ഊർജിതമാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നായിട്ടാണ് ഞാൻ കാണുക. ഞാൻ പള്ളിയിൽ പറഞ്ഞു, നിങ്ങൾ കുറേ പേരൊക്കെ കേട്ടിട്ടുണ്ട്. വ്യത്യസ്തമായി ഒന്നും പറയാൻ ഇല്ലെങ്കിൽ പോലും അതിനോട് ചേർത്തൊന്ന് കൂട്ടുകയാണ്. നമ്മുടെ ഈ ദേവാലയത്തിൻ്റെ ഷീറ്റ് പച്ച നിറമാണ്. അതിന് ചുറ്റുമുള്ള വൈറ്റ് വാഷൊക്കെ നമുക്ക് കാണാം വൈറ്റ് നിറത്തിലുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡി അനുസരിച്ച് ഡിപ്രഷനൊക്കെ കൂടി വരുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാം യാദൃശ്ചികമായി അതിനെ ഒന്നാക്കുന്നതാണ്. മുൻപുണ്ടായിരുന്ന വടക്കെടുത്തച്ഛൻ ഈ ഷീറ്റ് പച്ച നിറത്തിൽ ചെയ്തപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഓർത്ത്, എൻ്റെ അച്ഛൻ ഇത് പച്ച നിറത്തിൽ ചെയ്യാതെ കുറച്ചും കൂടെ ഒരു ചുമല നിറത്തിൽ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ കാലത്തിന്റെ മുൻപോട്ടുള്ള ഗതി അനുസരിച്ചുള്ള സാഹചര്യങ്ങളിൽ മുൻപോട്ട് പോയപ്പോൾ ഇന്നത്തെ കാലത്ത് കൊറോണയ്ക്ക് ശേഷം ഇപ്പൊ ആളുകളൊക്കെ വീട് പണിയുമ്പോൾ അകത്ത് നിറച്ച് പച്ചപ്പുള്ള ചെടികൾ വെച്ച് പിടിപ്പിക്കുകയും അകം മുഴുവൻ വൈറ്റ് വാഷ്, അതായത് വെള്ള നിറത്തിലുള്ള പെയിന്റുകൾ അടിച്ച് പുതുക്കുകയും ചെയ്യുകയാണ്. കാരണം ഈ ഡിപ്രഷനൊക്കെ മാറ്റാൻ പറ്റിയ രണ്ട് കളറാണ്, ഒന്ന് വൈറ്റും ഒന്ന് പച്ചയും. എനിക്കൊണ്ട് ബെക്സാർ അത് വളരെ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഈ പച്ച നിറത്തിലുള്ള ഇത് ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് നമ്മളെ ഈ ഇതിൽ നിന്ന് മാറ്റും. നമ്മൾ ദേവാലയത്തിന്റെ പിൻവാസത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഭയങ്കര കലുഷിതമായ നാളത്തെ കുറിച്ചുള്ള ടെൻഷനും അസ്വസ്ഥതയൊക്കെ നിറഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ദേവാലയത്തിന്റെ മുൻവശത്തേക്ക് നമുക്ക് നോക്കുമ്പോൾ ആ പച്ച നിറവും വെള്ള നിറവും കാണുമ്പോൾ നമുക്കൊരു ഉന്മേഷം തോന്നാറുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു നിരാശഭാവം മാറാറുണ്ട്. ഇതുപോലെ തന്നെയാണ് ഈ ഓണ ആഘോഷ ദിനത്തിലേക്ക് ഇവിടെ വരുമ്പോൾ ഇത്രയധികം ആളുകളും ഇവിടെ കൂടിയിരിക്കുന്ന കളികളും അതുപോലെ ആഘോഷങ്ങളും നമ്മളെ ഒരിക്കൽ കൂടെ നമ്മുടെ മനസ്സിനെ വല്ലാതെ ഉണർത്തുകയും സന്തോഷത്തിന്റെ അതിരില്ലാത്തൊരു നിമിഷത്തിലേക്ക് കൊണ്ടുവരും. യാദൃശ്ചികമാണെങ്കിൽ പോലും ഈ ഓണാഘോഷത്തിൽ ഞാനും ഇവിടെ വരാൻ എനിക്ക് സാധിച്ചത് ഈ ഒരു കുളിർമ, ഈ ഒരു മനസ്സിന്റെ സന്തോഷം, ഡിപ്രഷന്റെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറാനായിട്ട്. അല്ലെ, അച്ഛന്മാർക്കും ഈ ഡിപ്രഷനൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് വായിച്ചിരുന്നു. നമ്മൾ വാഴക്കുളം സംഭവങ്ങളൊക്കെ വന്നപ്പോൾ അപ്പോൾ ഇടവകക്കാര് അച്ഛനോട് പറഞ്ഞു, അച്ഛനും ഇങ്ങനെയൊക്കെയുള്ള വിഷമങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മളെല്ലാം മനുഷ്യരെന്ന നിലയിൽ, മലയാളികൾ എന്ന നിലയിൽ, മനുഷ്യത്വമുള്ള ഒരു നിലയിൽ സിജോ ചേട്ടൻ കൂട്ടിച്ചേർത്തതുപോലെ പച്ചയായ മനുഷ്യനാകുക, പച്ചപ്പുള്ളതാകുക, പച്ച നിറമുള്ളതാകുക. അത് നമുക്ക് കണ്ണിന് കുളിർമ നൽകുന്നത്, മനസ്സിന് സന്തോഷം നൽകുന്ന ഒന്നാക്കി തീർക്കുമ്പോൾ ഈ ഓണാഘോഷം നിങ്ങളുടെ ഈ വല്ലാതെയുള്ള ആകുലത നിറഞ്ഞ IT ഫീൽഡിലും വർക്ക് ചെയ്ത് ഭയങ്കര അസ്വസ്ഥപ്പെട്ട് ഈ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലൊക്കെ ഇരുന്ന് നിങ്ങൾ ചെയ്യുന്ന ജോലികളുടെ ഇടയിലും നിങ്ങൾക്കൊരു കുളിർമയും മനസ്സിന് സന്തോഷവും ഒരു വലിയ ആഘോഷത്തിന്റെ നിമിഷവുമായി ഈ ഓണാഘോഷം തീരട്ടെ. അതിന് ദേവാലയത്തിനുള്ളിൽ നടത്തുന്ന ഓണാഘോഷം ഒരു വലിയ കൂട്ടായ്മയുടെ, അതുപോലെ തന്നെ സൗഹൃദത്തിന്റെ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ ഒന്നായി മാറട്ടെ. ഈ സാംസ്കാരിക ഉത്സവം നമുക്ക് സമ്മാനിച്ച നമ്മുടെ പൂർവികരെ നമുക്ക് ഓർക്കാം, അത് നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടക്കാം. ഒരിക്കൽ കൂടെ സർജാപുര ഇടവക സമൂഹത്തിന് സ്നേഹത്തിന്റെ പേരിലുള്ള ഓണത്തിന്റെ ആശംസകൾ സന്തോഷപൂർവ്വം, സ്നേഹപൂർവ്വം, പ്രാർത്ഥനാപൂർവ്വം നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ഓണം. Thank you, Father, for the thoughtful and inspiring message. തിരുവാതിര കളിയോടുകൂടി കലാപരിപാടികൾ ആരംഭിക്കാം. ഇതിനായി മാതൃവേദി അംഗങ്ങളെ സ്വാഗതം ചെയ്യുന്നു. On stage, Mrs. JC, Mrs. Medona, Mrs. Liji, Mrs. Sharon, Mrs. Liji, Mrs. Atulya,
Mrs. Nini and Mrs. Anne Mary.
ഒളിച്ചത്തെ ട്രാക്ക് മാറ്റി. It was a cute and energetic performance. അടുത്തതായി പ്രൈമറി ക്ലാസ് സ്റ്റുഡൻസിനെ ക്ഷണിക്കുന്നു. ഓൺ സ്റ്റേജ് ആൻസ്റ്റൺ, റെബേക്ക, ജോവാന, മിയ, ജൂലിയ, റേച്ചൽ, ജോർജ്, ജെയ്ഡൻ, പാട്രിക് ആൻഡ് നിയോ.
breathtaking performance. Next, I welcome our high school friends, Sandra, Neha, and Alona. ഓണത്തിന് താളം വേണം. താളിലേക്ക് പറ്റില്ലപ്പാ. Thank you for the lovely performance. അടുത്തതായി നമ്മുടെ യൂത്തിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു സിസിലി, കുര്യാസ് ആൻഡ് ജോസഫ്. പണ്ടും
വാഴക്കാട് മിസ്റ്റർ സെൽവിൻ സേവറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ ഓണത്തിൻ്റെ ഹൃദയംഗമമായ ആശംസകൾ എല്ലാവർക്കും നേരുന്നു. നന്ദി പ്രസംഗം എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും ചെറുതായിരിക്കണമെന്ന് എന്നോട് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ ചെറുതാക്കുകയാണ്. അപ്പം ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഈ ഇടവകയുടെ പേരിലും ഇവിടുത്തെ അഭികേഷൻ്റെ പേരിലും കൈകാരന്മാരുടെ പേരിലും ഓണ കമ്മിറ്റിയുടെ പേരിലുമുള്ള നന്ദി അർപ്പിക്കുന്ന ആ ചടങ്ങിലേക്ക് ഞാൻ കിടക്കുകയാണ്. ആദ്യമേ തന്നെ ഇന്ന് നമ്മുടെ ഇവിടെ വിശിഷ്ടാതിയായി എത്തിയിരിക്കുന്ന ജോസഫ് അച്ഛൻ നമ്മുടെ ഇടവകയ്ക്ക് അന്യനല്ലാത്ത ഒരു അച്ഛനാണ്. നമ്മുടെ മുൻ വികാരിയായ അച്ഛനാണ്. ഇന്ന് ഇവിടെ എത്തിച്ചേർന്നതിലുള്ള സന്തോഷവും സ്നേഹവും ഈ ഇടവകയുടെ പേരിൽ അച്ഛന് അർപ്പിക്കുകയാണ്. താങ്ക് യു. അതുപോലെ നമ്മുടെ ഇടവകയുടെ സാരഥിയായ നമ്മുടെ വികാരി അച്ഛൻ ഇന്നലെ മുതൽ നമ്മുടെ എല്ലാ പരിപാടികളും കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മുൻപന്തിയിലുണ്ടായിരുന്ന വികാരി അച്ഛൻ പ്രത്യേകമായി നന്ദി പറയുകയാണ്. നമ്മുടെ ഇടവകയിൽ സേവനം ചെയ്യുന്ന നമ്മുടെ സിസ്റ്റേഴ്സ്, നമ്മുടെ ബ്രദേഴ്സ്, അവർക്കും പ്രത്യേകമായി നന്ദി, സ്നേഹവും ഓണത്തിൻ്റെ ആശംസകളും നേരുന്നു. ഒരുപാട് പേർക്ക് നന്ദി പറയണം. എസ്പെഷ്യലി കുറേ ദിവസമായിട്ടുള്ള കുറേ പ്രാക്ടീസുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കുറേയധികം ആളുകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മാതൃവേദി, പിതൃവേദി, യൂത്ത് അങ്ങനെ സംഘടനകളുടെ ഭാരവാഹികൾ, അവരുടെ അതിൽ മെമ്പേഴ്സ്, പിന്നെ കൾച്ചറൽ കമ്മിറ്റിയുടെ പ്രത്യേകിച്ച് ജോജി സാർ, ഡെനി സാർ, ജോബി, ജോൺമോൻ, പിന്നെ അതിലെ സംഘാംഗങ്ങൾ, അവർക്കെല്ലാവർക്കും ഉള്ള നന്ദി പറയുന്നു. അതോടൊപ്പം മനോഹരമായ പൂക്കളും ഇവിടെ ഒരുക്കിയ മാതൃവേദി അംഗങ്ങൾ, പിന്നെ കുട്ടികളെ പരിശീലിപ്പിച്ച യൂത്ത് മാതൃവേദി അംഗങ്ങൾ, പിന്നെ കാറ്റഗറീസ് ആൻഡ് ടീച്ചേഴ്സ്, ഇവർക്കെല്ലാവർക്കുള്ള നന്ദി. പക്ഷെ നമുക്ക് ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് സദ്യയാണല്ലോ. സദ്യകളെ ഒരുക്കാൻ വളരെയധികം ആളുകളുണ്ടായിരുന്നു. കുറേയധികം ആളുകൾ, എല്ലാവരുടെയും പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, ജാതി യൂണിയൻ ഉണ്ടായിരുന്ന കുറേയധികം ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഈ സദ്യ ഒരുക്കാൻ നേതൃത്വം നൽകിയ ഷൈജാണ് ചേച്ചിക്കും ബാക്കിയുള്ള എല്ലാവർക്കും പ്രത്യേകമായ നന്ദി, സ്നേഹവും അറിയിക്കുന്നു. നമ്മുടെ സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്ത DJ ഗ്രൂപ്പിന് പ്രത്യേകം നന്ദി. ഇനിയും കൂടുതൽ സ്പോൺസർ ചെയ്തേക്കുന്നു. ഓക്കെ, ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമുക്ക് കപ്പിൾസിനൊരു മത്സരമുണ്ട്. സദ്യ കഴിഞ്ഞിട്ടാണ് നമുക്ക് കപ്പിൾസിനുള്ള മത്സരം. അതിന്റെ സമ്മാനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ TJ ഗ്രൂപ്പ് തരുന്ന ഒരു ദിവസത്തെ സ്റ്റേ ആണ് കപ്പിൾസിനുള്ള സമ്മാനം. അപ്പോ ഭക്ഷണം കഴിഞ്ഞ വഴിക്ക് പോണ്ടിച്ചേരി ലൊക്കേഷനാണ് കപ്പിൾസിനുള്ളത്. പോണ്ടിച്ചേരി ലൊക്കേഷൻസ് ആണ്. അപ്പോ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ കപ്പിൾസിനുള്ള നമ്മുടെ സമയത്തിന്റെ ലിമിറ്റേഷൻസ് മൂലം നമുക്ക് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും, സദ്യ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും കപ്പിൾസിന്റെ പ്രോഗ്രാം എന്ന് ഓർമ്മിപ്പിക്കുന്നത്. സാരി വാങ്ങാനായി മജോ സാറിന്റെ ഫാമിലിയോടെ കൂടി ക്ഷണിക്കുന്നു. മജോ സാർ ഒറ്റയ്ക്ക് വരണ്ട, ഫാമിലിയെ കൂടെ കൂട്ടി വരിക. എലീസ സ്റ്റോഴ്സ് സ്പോൺസർ ചെയ്യുന്ന സാരിയാണ് മജോ സാർ ആൻഡ് ഫാമിലി. ആദ്യമായിട്ട് തേർഡ് റോ ഫുള്ള് കിട്ടിയ ആളാണ് ജോസഫ്. യു ക്യാൻ കം ആൻഡ് കളക്ട് യുവർ പ്രൈസസ് പ്ലീസ്. രണ്ടാമത്തേത് വർഗീസ് അങ്കിളാണ്. വർഗീസ് ജെ പോണി അങ്കിൾ, സെന്റ് സെബാസ്റ്റ്യൻ വാർഡ്, ഫസ്റ്റ് റോ. ആൻഡ് സെക്കൻഡ് റോ കിട്ടിയത് ജോയൽ സിറിയൻ ജോബി, ഇൻഫന്റ് ജീസസ് യൂണിറ്റ്. And the mega winner is Krista Maria Vipin from Shalom Unit. Okay, thank you, sir.